നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തെളിവ് തേടി ക്രൈംബ്രാഞ്ച്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച CA വിദ്യാർത്ഥി മിഷേൽ ഷാജിയുടേത് ആത്മഹത്യയെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. വൈകിട്ട് 7 മണിയോടെ മിഷേലിനോട് രൂപസാദൃശ്യമുള്ള പെൺകുട്ടി കൊച്ചി ഗോശ്രീ പാലത്തിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായി പോലീസ്. നേരത്തെയുള്ള സാക്ഷിമൊഴികൾ ശരിവെച്ചുള്ള പോലീസ് നിഗമനം വസ്ത്രത്തിന്റെ നിറവും നടക്കുന്ന രീതിയും മിഷേലിനുമായി സാദൃശ്യമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചി ഗോശ്രീ പാലത്തിൽ IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ്. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കൊലപാതക സാധ്യത അടക്കം പരിശോധിക്കുമെന്ന് IG. സംഭവത്തിൽ പോലീസ് വീഴ്ച ഉണ്ടായോ എന്നും അന്വേഷിക്കും. അതിനിടെ അറസ്റ്റിലായ അലക്സാണ്ടർ ക്രോണിനെ ഈ മാസം 24 വരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ട് കോടതി. ജേക്കബിനെ തുണച്ച് മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ തലസ്ഥാനത്തു നിന്ന് മാറ്റില്ലെന്ന സൂചന നൽകി മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചയാളാണ് അദ്ദേഹം. തെറ്റായ നടപടി കണ്ടാൽ ആരെയും സംരക്ഷിക്കില്ല. ജേക്കബ് തോമസ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടെന്നും എന്നാൽ ആ കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ടതില്ലെന്നും പിണറായി വിജയൻ. വിശദീകരണം. ജേക്കബ് തോമസിനെതിരായ അഴിമതി ആരോപണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി ജേക്കബ് തോമസ് നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന അഴിമതികളെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി താക്കോൽ നൽകിയത് കള്ളന്റെ കയ്യിലെന്നും ആക്ഷേപം. വിജിലൻസിനെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു. സർക്കാരിനെയും കോടതിയെയും തത്തക്കൊത്തുന്നു. പൂർവ്വകാല അഴിമതി മറയ്ക്കാൻ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സ്വീകരിച്ചുവെന്നും രമേശ് ചെന്നിത്തല. പകരക്കാരൻ ആര്? KPCC അധ്യക്ഷ പദത്തിൽ അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി ഹൈക്കമാൻഡ്. സംഘടനാ തിരഞ്ഞെടുപ്പ് വരെ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കും. VM സുധീരന്റെ രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും ഹൈക്കമാൻഡ്. പദവി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്ത സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല MM ഹസന് നൽകിയേക്കും. പ്രസിഡന്റ് പദം വേണമെന്ന് I ഗ്രൂപ്പിനോട് ഉമ്മൻചാണ്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാതെ തീരുമാനം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. വിശ്വാസം നേടി പരീക്കർ. കോൺഗ്രസ് അവകാശവാദങ്ങൾ തച്ചുടച്ച് ഗോവ മന്ത്രിസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച BJP സർക്കാർ. മുഖ്യമന്ത്രി മനോഹർ പരീക്കർ മന്ത്രിസഭയ്ക്ക് 22 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് നേടാനായത് 16 വോട്ടുകൾ മാത്രം. ഹൈക്കമാൻഡുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരു MLA വിട്ടുനിന്നു. സംസ്ഥാനത്ത് വിശ്വാസ വോട്ടെടുപ്പിന് കളമൊരുക്കിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ മറികടന്ന് സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ BJPയെ ക്ഷണിച്ചതോടെ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിശ്വാസം തേടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം പഞ്ചാബിൽ അധികാരമേറ്റെടുത്ത് കോൺഗ്രസ് സർക്കാർ. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 9 അംഗ മന്ത്രിസഭ. നവജ്യോത് സിംഗ് സിദ്ധുവിന് ക്യാബിനറ്റ് പദവി. ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2690 രൂപ, പവൻ 21,520 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.